ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും പോപ്പീസ് ഗ്യാരേജിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊള്ളട്ടെ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നത് ആ ചാനലിൽ. അതിന് നമ്മൾ പ്രതീക്ഷയിലും കൂടുതലൊരു സപ്പോർട്ട് നിങ്ങൾ തന്നു. അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് കുറേ പേര് നമ്മളോട് നമുക്ക് കുറച്ച് സജഷൻസ് തന്നിരുന്നു. ആ സജഷൻസ് വഴി നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം. നമ്മുടെ വീഡിയോയുടെ സൗണ്ട് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ വളരെ 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 നന്ദിയുണ്ട്. കാരണം വെച്ചാൽ ഇനിയും തുടർന്ന് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് പറയുകയാണ്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ കിട്ടത്തുള്ളൂ. സോ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യാതിരിക്കരുത്. വീഡിയോ കാണുന്നവരോട് ഞാൻ പറയുകയാണ്. കാരണം വെച്ചാൽ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, എന്നാൽ അതിൽ വീഡിയോ കണ്ടു പോവുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അതിനെ ഒരിക്കലും നിർബന്ധിക്കത്തില്ല. എന്നാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഡൈകാസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്പെഷ്യൽ എഡീഷൻ, എൻ്റെ കളക്ഷനിലുള്ള ഒരു സ്പെഷ്യൽ എഡീഷൻ വണ്ടിയും കൂടിയാണ്. ഒരു ഡൈകാസ്റ്റ് മോഡലാണ്. ആ ഒരു മോഡൽ 1000 പീസിൽ ഒരു പീസാണത്. അതുപോലെ തന്നെ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ 1:18 സ്കെയിലിൽ ബോസ് എന്ന് പറയുന്ന കമ്പനിയാണ് ആ ഒരു ഡൈകാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ബോസ് എന്ന് പറയുന്ന കമ്പനി കൂടുതലും കേട്ടിട്ടുള്ളത് യൂറോപ്യൻ കൺട്രികളിലും അതുപോലെ തന്നെ US ഒക്കെയാണ് ഈ ഒരു കമ്പനി കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ഡൈകാസ്റ്റ് മോഡലാണ്, ആ ഒരു കമ്പനിയുടെ ഡൈകാസ്റ്റ് മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. ആ ഡൈകാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു അമേസിങ് ബ്ലാക്ക് ബ്യൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്ര ഭംഗിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓവറോൾ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എന്താ പറയുന്നത്, അത്ര 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 ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നതും ബ്ലാക്ക് ബ്യൂട്ടി തന്നെയാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ഒറിജിനൽ കാറിൻ്റെ ബ്ലാക്ക് കളറിനെ അതിനെ വിളിക്കുന്നത് തന്നെ ബ്ലാക്ക് ബ്യൂട്ടി എന്ന്. അത്ര ഭംഗിയാണ് അതിന് കാണാനായിട്ട്. അതുപോലെ തന്നെ അത് പറയുകയാണെങ്കിൽ അന്നത്തെ സമയത്ത് എന്ന് വെച്ചാൽ 1960 കാലഘട്ടത്തിലുള്ള വണ്ടിയെ പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ ഒരു സമയത്തെ ഒരു ലക്ഷറി കാറെന്ന് വേണം പറയാനായിട്ട്. 3 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ ഒരുപാട് 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 എന്താ പറയുന്നത്, അഡീഷണൽ ഫീച്ചേഴ്സുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന ഒരു 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 എന്താ പറയുന്നത്, ഒരു ക്ലാസിക് കാറെന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബ്യൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അന്നത്തെ സമയത്ത് ആ ഒരു ബ്ലാക്ക് കളർ കാറിന്. അത്ര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ആ വണ്ടി ഏതാണെന്ന് നിങ്ങളോട് ഇപ്പം പറയാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. ആ ഒരു ഡൈകാസ്റ്റ് മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് 1965 ക്രൈസ്ല ഇമ്പീരിയൽ ക്രൗൺ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഒരു വണ്ടിയുടെ മോഡലാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇമ്പീരിയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ക്രൗൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മോഡലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങളിനി അത് ആ വണ്ടി അല്ലെ ആ ഒരു ഡൈകാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടോ, ഓക്കെ, കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് കണ്ടില്ലേ, ആ മോഡൽ കണ്ടില്ലേ? എത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് ലൈക്കായിട്ടും പറയുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആണ്. കാരണം വെച്ചാൽ ഞാനത് ഒരുപാട് പ്രൈസ് കൊടുത്താണ് മേടിച്ചത്. എറൗണ്ട് ഒരു 275 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 27,000 രൂപ കൊടുത്തിട്ടൊക്കെയാണ് ഞാൻ ആ ഒരു മോഡൽ മേടിച്ചത്. അതെന്തുകൊണ്ടാണ് അത്രയും പൈസ ഞാൻ അതിന് സ്പെൻഡ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് വെർത്തായിട്ടൊരു മുതലായിരുന്നു.
കാരണം വെച്ചാൽ അത്രയ്ക്ക് വെർത്തായിരുന്നു ആ ഒരു ഡൈകാസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡാണ്. ഞാൻ ഒരുപാട് പിന്നെ തപ്പി നോക്കിയിട്ടുണ്ട്, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ആ ഒരു മോഡൽ കിട്ടിയിട്ടില്ല. എന്നു വെച്ചാൽ എന്നോട് എൻ്റെ കളക്ഷൻസിൽ അത് ഇരിക്കുന്നത് കണ്ടപ്പോൾ പലരും വന്നതിനോട് ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത് നീ എവിടുന്ന് കളക്ട് ചെയ്തു, ഇത് എത്ര രൂപ കൊടുത്ത് മേടിച്ചു, ഇതുപോലെ നമുക്കൊരെണ്ണം കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ പോലെ ഞാൻ ജസ്റ്റ് എൻ്റെ റീലായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചു, ഒരുപാട് ഡൈകാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ എനിക്ക് മെസ്സേജ് അയച്ചു, ബ്രോ ഇത് എവിടെ നിന്ന് കിട്ടി, നമുക്കിതൊരെണ്ണം കിട്ടുമോ, നമുക്കൊരെണ്ണം തരാൻ പറ്റുമോ, ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ അന്ന് അവരോട് പറഞ്ഞത് ഞാൻ ശ്രമിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇതിൻ്റെ വേറൊരു കളറും കൂടെ കിട്ടിയാൽ മേടിക്കാം എന്നുള്ള പ്ലാനിങ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ കിട്ടുന്നില്ല. അതെന്ന് വെച്ചാൽ ആ ഒരു വളരെ ലിമിറ്റഡായിട്ട് ചിലരുടെ കയ്യിൽ കിട്ടും, അങ്ങനെ വന്നു പോയതാണ് അത്. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചാടി കയറി മേടിച്ചതും. അതിൻ്റെ പ്രൈസൊന്നും ഞാൻ അന്ന് കാര്യമാക്കിയില്ല. എനിക്കത് അത്ര ലൈക്ക് എന്ന് വെച്ചാൽ നമുക്കത് വേണമെന്നുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ക്രൈസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മളത് മേടിച്ചു. നമ്മുടെ കളക്ഷനിലിരിക്കുന്നു. നമ്മുടെ ആ ഒരു ഡൈകാസ്റ്റിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഷെൽഫുണ്ട് എനിക്ക്, അല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഉണ്ട്. ആ ഡിസ്പ്ലേ യൂണിറ്റിൽ ഇരിക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. രണ്ട് സൈഡിൽ നിന്ന് ഒരു വാം ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓ അന്തസ് അത്ര അടിപൊളിയാണ് കാണാനായിട്ട്. സോ ഇതുപോലുള്ള വണ്ടികളാണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്കൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങളിലേക്ക് ഇതൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും തുടർന്ന് എനിക്ക് വേണം. കഴിഞ്ഞ വട്ടത്തെ ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്ന അതേ സപ്പോർട്ടും ആ ഒരു എനർജിയും നിങ്ങൾ എനിക്ക് തരണം. അതുപോലെ തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യം വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ട. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതിയല്ല, ചുമ്മാ കുറേ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് വന്നിട്ട് കാര്യമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് കമൻറ്റായിട്ട് എന്നിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഡൈകാസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോ ലവേഴ്സിനോ ആർക്കാണെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കുക, നമ്മളിലേക്ക് വരിക. ഓക്കെ, നമുക്ക് ആ ഒരു ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളത് നമുക്കത് കുറച്ച് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പം എല്ലാവരോടും ഒരിക്കലും നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ.